വിനീത ആനന്ദത്തിൽ വിനീതയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ലവ്ലി മിസ്സായി എല്ലാവരെയും മനസ്സ് കവർന്ന ഒരു നടി കൂടിയാണ്. എങ്ങനെയാണ് എബിയുടെ അമ്മയായിട്ട് ഈ ഒരു വേഷത്തിൽ എത്രത്തോളം ഒരു ചലഞ്ചിങ് ആയിരുന്നു ഈ റോളിലേക്കുള്ള ഒരു മാറ്റം? എനിക്ക് ആക്ച്വലി ആദ്യമേ ഒരുപാട് ചലഞ്ചിങ് ആയിരുന്നു. ബിക്കോസ് ബോഡി ലാംഗ്വേജസ് മാറണം, ഞാൻ നടക്കുന്നതിനൊക്കെയല്ല നടക്കേണ്ടത്. അപ്പം ആ ഒരു കുട്ടിയുടെ അമ്മയെന്ന് പറയുമ്പോൾ ആ ഒരു മാതൃത്വവും കാര്യങ്ങളും ഒക്കെ വരണം. പിന്നെ ഇങ്ങനെ ഒരു മലയോര പ്രദേശത്തെ ഒരു സ്ത്രീ ആയിട്ടും കൂടാണ്, അപ്പോൾ അതിൻ്റെയും ചേഞ്ചസ് ഒക്കെ വരണം. അതുകൊണ്ട് തന്നെ ഇത്തിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത് ആദ്യമേ തന്നെ ശ്രീകാന്തേട്ടൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ശ്രീകാന്തേട്ട അഭിനയിക്കുന്ന പോയിട്ട് ബോഡി ലാംഗ്വേജസൊക്കെ എങ്ങനെ നേരെയാക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ വീഡിയോയ്ക്കകത്ത് എന്ത് ചെയ്തിട്ടുണ്ടോ അത് ചെയ്താൽ മതി, അതാണ് എനിക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ. പക്ഷേ ഫസ്റ്റ് ഡേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് പേടി ഉണ്ടായിരുന്നെങ്കിലും ഫസ്റ്റ് ഡേ ആ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പേടിയൊക്കെ പോയി. ഫസ്റ്റ് ഡേക്ക് തൊട്ടേ ഞാൻ ആ ഒരു റോളിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റി, നന്നായിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ശ്രീകാന്ത് മുരളി, മറ്റൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഇത്തരം ചിത്രങ്ങളിൽ ഒരു ക്യാരക്ടറിനെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ക്യാരക്ടറെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ എബി എന്നൊരു ക്യാരക്ടറെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എബിയെ കൊണ്ടുവയ്ക്കേണ്ട ഒരു പ്ലേസ് ഉണ്ട്, ഒരു സ്ഥലമുണ്ട്. അതിനൊരു സാമ്പത്തിക, എബിയുടെ ഒരു ഇക്കണോമിക് ക്ലാസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ക്ലാസ് ഉണ്ടാവും, അതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ എബിക്ക് ഈ പറയുന്നത് പോലെ ഒരു അർബൻ കിഡാകാം, അല്ലെങ്കിൽ ഒരു നാഗരികനായ ഒരു കുട്ടിയാകാം, അതുമല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആവാം. എന്തുകൊണ്ട് ഈ മലയോര പ്രദേശത്തേക്ക് എബിയെ കൊണ്ട് പ്ലേസ് ചെയ്തു? അപ്പോൾ അതിൻ്റെ ഒരു ലൊക്കേഷൻ്റെ സാധ്യതകൾ കൊണ്ടാണോ? അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത്, വളരെ സന്തോഷം. ശരിക്കും കാറ്റ് ആണ് നമ്മളെ ആദ്യം ചിന്തിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാറ്റ്, പറക്കൽ, വേറെ എന്തെങ്കിലും ഒന്ന് പറക്കുമ്പോഴാണ് നമ്മൾ അതിലേക്ക് നോക്കുക. അപ്പോൾ ആകാശം എന്നതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് അർബൻ ഏരിയയിൽ വന്നാൽ എവിടെയാണ് നമുക്ക് ഇവിടെ ആകാശമുള്ളത്? ആകാശമില്ല. ആകാശം ആണ് ഇവൻ്റെ ലക്ഷ്യം. ഇവൻ മാനത്തേക്ക് നോക്കണമെങ്കിൽ മാനം കാണണം. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ഞങ്ങൾ മാനം കാണുന്ന ഒരു സ്ഥലം, വലിയ വിശാലമായ ആകാശങ്ങളുടെ സ്ഥലം എന്ന ചിന്തയുണ്ടായപ്പോൾ തന്നെ വളരെ എളുപ്പമായി. നമുക്ക് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകണം, ഇടുക്കിയിലേക്ക് നമുക്ക് പോവാം. പിന്നെ സന്തോഷ് ചിക്കാനത്തിന് അറിയാൻ വയ്യാത്ത സ്ഥലങ്ങളില്ല. കേരളത്തിലെ ഒട്ടുമിക്ക ലൊക്കേഷൻ സന്തോഷ് പല പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടും എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളിലൊക്കെ സന്തോഷിന് എല്ലാ സ്ഥലങ്ങളും അറിയാം. ഞാനും അത്യാവശ്യം യാത്ര ചെയ്യുന്ന ആളാണ്. പിന്നെ ജെയ്സൺ ജെ നായർ എന്ന ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ട്, ഈ സിനിമയിലെ പറുദീസയിലെ എന്ന പാട്ട് സംഗീത സംവിധാനം ചെയ്ത ജെയ്സണും ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പം ഞങ്ങളുടെ 3 പേരുടെയും ആലോചനയിലാണ് നമുക്ക് ഇടുക്കിയിലേക്കോ അല്ലെങ്കിൽ കട്ടപ്പനയിലേക്കോ നമുക്ക് പോകാമെന്ന ആലോചന വന്നത്. അങ്ങനെയാണ് ആ ലൊക്കേഷനിൽ എത്തിച്ചേർന്നത്. തീർച്ചയായും. ഒപ്പം തന്നെ വിനീതയിലേക്ക് പോവുകയാണെങ്കിൽ, വിനീത, ഇതൊരു വലിയ ചലഞ്ചിങ് റോളാണ്. എങ്ങനെയാണ് ഒരു പ്രേക്ഷകരുടെ ഒരു പ്രതികരണം? മാത്രമല്ല ഒരു കുട്ടിയുടെ അമ്മയുടെ റോളിലാണ്. സാധാരണ നടിമാരൊന്നും അഭിനയിക്കാൻ തയ്യാറുള്ളൊരു വേഷം കൂടിയല്ല. എങ്ങനെയാണ് ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഈ റോളിൽ സ്വീകരിക്കുന്നതും ഒക്കെ? ഞാൻ ഡബ്ബിങ് ചെയ്തപ്പോൾ ഓൾറെഡി കണ്ടിരുന്നു ഇതെങ്ങനെയാണ് ചെയ്തിരുന്നതെന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ പോയില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പറഞ്ഞു വിട്ടു, ആദ്യമേ പോയി കാണും, എന്നിട്ട് എൻ്റെ അടുത്ത് റിവ്യൂ പറയാം, എന്നിട്ട് ഞാൻ പോയി കാണാമെന്ന് പറഞ്ഞു. പക്ഷേ നല്ല അഭിപ്രായങ്ങൾ, എനിക്ക് ഫേസ്ബുക്കിൽ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അത് കണക്ക് തന്നെ റിവ്യൂസൊക്കെ വായിക്കുമ്പോഴായാലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ ചെയ്ത 3 ക്യാരക്ടേഴ്സ്, ഇപ്പം ലവ്ലി മിസ് ആയാലും അത് കണക്ക് ഒരു തമിഴ് ആൽബം ചെയ്തു, അതായാലും ഇപ്പം 3ാമത്തെ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ അത് 3 ആൾക്കാർ നല്ല രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടൈപ്പ് കാസ്റ്റ് ആകും എന്നൊരു ഭീതി ചില നടിമാർക്കുണ്ട്. അങ്ങനെ ഒരു ഭീതി ഉണ്ടോ വിനീതയ്ക്ക്? അത് എനിക്ക് ടൈപ്പ് കാസ്റ്റ് ആവണം എന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ളവർ ടൈപ്പ് കാസ്റ്റ് ലൈക്ക് അങ്ങനത്തെ റോൾസ് പിന്നെയും വരുവാണെങ്കിൽ എനിക്ക് ഒരേ കൈൻഡ് ഓഫ് റോൾസ് ചെയ്ത് നിൽക്കണം എന്ന് ആഗ്രഹമില്ല. കുറച്ച് നല്ല സിനിമകൾ ചെയ്യണം, കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, കുറേ സിനിമകൾ ചെയ്യണം എന്നുമില്ല. അപ്പോൾ ഇനി ശ്രീകാന്ത് മുരളിയിലേക്ക് വരികയാണെങ്കിൽ, താങ്കൾ ഒരു സ്വതന്ത്ര സംവിധായകനാകുന്നത് വരെയുള്ള ഒരു കാലമുണ്ട്. പലരെയും അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ താങ്കൾ പ്രിയദർശൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഇപ്പോൾ ആ ഒരു കാലഘട്ടം എങ്ങനെ ശ്രീകാന്ത് മുരളി എന്ന ഫിലിം മേക്കറെ പരിചയപ്പെടുത്തി? അല്ല, ചോദിക്കാനുള്ള കാരണം വളരെ രസകരമായി ഞാൻ കേട്ടിട്ടുള്ളത്, സാധാരണ ഈ പ്രിയദർശൻ്റെ അസിസ്റ്റന്റ്മാർ സ്വതന്ത്ര സംവിധായകരാകുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകും. കാരണം വെച്ചാൽ പ്രിയദർശൻ്റെ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിയതമായ സ്ക്രിപ്റ്റ് ഉണ്ടാകാറില്ല.
പ്രിയദർശൻ്റെ തലയ്ക്കുള്ളിലായിരിക്കും സീനുകളും ക്യാരക്ടേഴ്സും എല്ലാം, ലൊക്കേഷൻസ് പോലും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സിനിമ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ കാര്യമാണ്. അദ്ദേഹത്തിന് മനസ്സിലാണ് കൃത്യമായ സിനിമയുള്ളത്. അത് പലപ്പോഴും ഒരു സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിലേക്കൊന്നും വരാറില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം കൂടി ഒന്ന് പറയണം. ശരിക്കും ഈ കേട്ടതിൽ പകുതി ശരിയുണ്ട്, പകുതി തെറ്റുണ്ട്. ഇപ്പം തെറ്റ് എന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ പ്രിയദർശൻ എന്നല്ല, എല്ലാ സംവിധായകരുടെയും, എല്ലാ നല്ല സംവിധായകരുടെയും, എല്ലാ വലിയ സംവിധായകരുടെയും രീതി എടുത്ത് നോക്കിയാൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. പ്രിയദർശൻ സാർ നല്ലൊരു എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹം എഴുത്തിലൂടെയാണ് 6ഓളം സ്ക്രിപ്റ്റുകൾ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം സംവിധായകനായത്. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സംവിധാന രീതി എന്ന് പറയുന്നത് അദ്ദേഹം സ്വയം സംവിധാനം ചെയ്ത്, സ്വയം സിനിമകൾ ചെയ്ത് പഠിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന പ്രിയദർശൻ എന്ന് പറയുന്ന വലിയൊരു സംവിധായകനായത് മാറിയത്. അപ്പോൾ ആ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് ഞാനും ഈ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഞാൻ 13ഓളം സിനിമകൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തു. എനിക്ക് കിട്ടിയ ഭാഗ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം വെച്ചാൽ അദ്ദേഹം ഈ പറയുന്ന ലൊക്കേഷനിലിരുന്ന് സ്ക്രിപ്റ്റ് എഴുതുന്ന ശീലം എന്നൊക്കെ ആൾക്കാർ പറയപ്പെടുന്നു. അദ്ദേഹം തന്നെ പലയിടങ്ങളിലും പറഞ്ഞ് ഞാൻ വീണ്ടും കോട്ട് ചെയ്താൽ ക്യാമറയുടെ ശബ്ദം കേട്ടുകൊണ്ടുകൂടി എഴുതാൻ ശ്രമിച്ചിരുന്ന ആളാണ് പ്രിയദർശൻ സാറും ശ്രീനേട്ടനൊക്കെ. മോട്ടറിൻ്റെ വോയിസ് കേട്ടിട്ട് അവർ എഴുതിയിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് സംസാരങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ എനിക്കൊന്നുറപ്പുണ്ട്, അവരുടെ മനസ്സിൽ മുഴുവനായും സ്ക്രിപ്റ്റും ഉണ്ടായിരുന്നു. അല്ലാണ്ടൊന്നും ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പേപ്പറിലേക്ക് ആക്കൽ എന്ന ഒരു സംഗതി ചിലപ്പോൾ ഒരു പക്ഷേ പേപ്പറിലേക്ക് ആക്കിയിട്ട് കൂടി സ്പോട്ടിൽ ഇംപ്രവൈസേഷൻ വന്നിട്ട് ടോട്ടൽ സീൻ മാറിയിട്ടുള്ള കഥകളുണ്ട്. അപ്പോൾ ഇതൊരു കൗതുകം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ഉറപ്പായും ഒരു നിയതമായ സ്ക്രിപ്റ്റ് വേറൊരു തരത്തിലുള്ള വിശദീകരണമാണ് താങ്കൾ തരുന്നത്. ഏതായാലും സമയത്തിൻ്റെ പരിമിതിയുണ്ട്. എബി തിയേറ്ററുകളിൽ പറന്നു തുടങ്ങി, കൂടുതൽ വലിയ ആകാശങ്ങളിലേക്ക് എബി പറന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ അർത്ഥത്തിലും താങ്കളുടെ ഒരു വഴിത്തിരിവാകട്ടെ ഈ ചിത്രം. കൂടുതൽ വിജയങ്ങൾ രണ്ടുപേരുടെയും വഴിയിൽ കാത്തിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പങ്കെടുത്തതിന് വളരെയധികം നന്ദി. താങ്ക് യു.